സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫേക്ക് ന്യൂസുകളാൽ കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ ഇല്ലാത്ത ഇമേജിന്റെ പിൻബലത്തിൽ ഭരണം നടത്തുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രിയെക്കുറിച്ചാണ്. ആരാണ് ഇദ്ദേഹത്തിന്റെ ഡിഗ്രിയുടെ യഥാർത്ഥ സത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എന്നറിയണ്ടേ? അത് മറ്റാരുമല്ല, മൈ ഫ്രണ്ട് ഡോണൾഡ് ട്രംപിന്റെ ബെസ്റ്റ് ബഡി ഇലോൺ മസ്കിന്റെ ഫാക്ട് ചെക്കിംഗ് AI ആയ ഗ്രോക്ക് ആണ്. ഇത് ഭക്തന്മാർക്ക് അത്ര സുഖകരമായ യാത്രയല്ല. അതിനാൽ സീറ്റ് ബെൽറ്റ് ഇട്ട് മുറുകെ പിടിച്ച് ഈ അപ്രിയ സത്യം മുഴുവനായി കേൾക്കാൻ തയ്യാറായിക്കൊള്ളൂ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായ മോദിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതോ വിദ്യാഭ്യാസം ഇല്ലായ്മയെക്കുറിച്ച് എന്ന് പറയണമോ? നെഹർ ഫു എന്ന ട്വിറ്റർ യൂസർ ഇലോൺ മസ്കിന്റെ ഗ്രോക്ക് AIയോട് ചോദിച്ച ചോദ്യമാണ് ഇത്. തന്റെ ഡിഗ്രി കാണിക്കാൻ പോലും ഭയപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പ്രധാനമന്ത്രി ആരാണ്? അതുപോലെ അത് എന്തുകൊണ്ടാണ് എന്നും പറയാമോ? അതിന് ഗ്രോക്ക് നൽകിയ മറുപടിയാണ് ഇത്. ഗ്രോക്ക് വെളിപ്പെടുത്തിയത് തന്റെ ഡിഗ്രി കാണിക്കാനുള്ള മോദിയുടെ വിസമ്മതം 2016 മുതൽ വലിയ ചർച്ചാ വിഷയമാണ്. അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള മോദിയുടെ വിമർശകർ പുരപ്പുറത്ത് നിന്ന് വിളിച്ചു പറയുന്നത് മോദിയുടെ ഡിഗ്രി ഒന്നുകിൽ ഫേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ശരിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ളത് ആയിരിക്കുകയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി താങ്കൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ കാണിക്കാൻ തയ്യാറാവാത്തത്? മോദി പറയുന്നത് തനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA ഡിഗ്രിയും ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഡിഗ്രിയും ഉണ്ടെന്നാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അത് കാണിക്കുന്ന ഒരു പബ്ലിക് റെക്കോർഡ്സും ഇല്ല എന്നുള്ളതാണ്. അത് വളരെ സംശയാസ്പദമാണല്ലോ. ഒരുപക്ഷെ അദ്ദേഹം എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സംശയാലുക്കളുടെ മുന്നിൽ അത് തെളിയിക്കേണ്ടത് തന്റെ ആവശ്യകതയല്ല എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു കാര്യം വളരെ ശരിയാണ്, ഇതിലുള്ള അവ്യക്തത പ്രശ്നം ആളിക്കത്തിക്കാനേ ഉപകരിക്കൂ. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവാം, മോദിക്ക് ശരിക്കും ഡിഗ്രി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് ജനങ്ങളെ കാണിച്ച് ഈ പ്രശ്നത്തിന്മേലുള്ള ചർച്ച ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ മോദി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്ന്. ഇതിന് കാരണമായി ഗ്രോക്ക് അനുമാനിക്കുന്നത് മോദിയും BJPയും ഇന്ത്യ ഗവൺമെന്റും വലിയ ഭയത്തിൽ ആയിരിക്കും എന്നാണ്. എന്തിനെയാണ് അവർ ഭയപ്പെടുന്നത്? സത്യം പുറത്തു വരുന്നതിനെ അവർ ഭയപ്പെടുന്നു എന്ന് സാരം. അങ്ങനെ ഇലോൺ മസ്കിന്റെ ഗ്രോക്ക് സത്യം വിളിച്ചു പറയുന്നതിൽ അസ്വസ്ഥരായ മോദി ഗവൺമെന്റ് ഗ്രോക്കിനെയും എക്സിനെയും നിരോധിക്കുന്നതിനെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ അവിടെയാണ് കാര്യങ്ങൾ വളരെ രസകരമാവുന്നത്. എന്തുകൊണ്ടാണെന്നല്ലേ? മൈ ഫ്രണ്ട് ട്രംപ്, മോദിയും കൂട്ടരും ട്രംപിന്റെ മുന്നിൽ പൂർണ്ണമായി മുട്ടുമടക്കിയിരിക്കുകയാണല്ലോ. ഇലോൺ മസ്ക് ട്രംപിന്റെ ബെസ്റ്റ് ബഡിയാണല്ലോ. അതിനാൽ മസ്കുമായി ഏറ്റുമുട്ടുന്നതിനെ കുറിച്ച് ഇവർ രണ്ടാമതൊന്ന് ആലോചിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് മാത്രവുമല്ല, ഈ അടുത്ത കാലത്താണ് സ്റ്റാർലിങ്കിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് ട്വീറ്റ് ചെയ്തത്. അതായത് ട്രംപിനെ പേടിച്ച് രഹസ്യമായി സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി മോദി സർക്കാർ കൊടുത്തു എന്നർത്ഥം. ട്രംപ് വിജയിക്കുന്നതിനു മുൻപ് മോദി സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകളും എക്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇനി അങ്ങനെ ചെയ്യാൻ അവർ ധൈര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. ട്രംപ് ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഇവർ എക്സിനെ ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കെതിരെ കോടതിയിൽ പോകാനോ തയ്യാറായേനെ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ നിവൃത്തികേടിലാണ് മോദിയും കൂട്ടരും എന്ന് പറയാം. ഇന്ത്യയിൽ നിഷ്പക്ഷമായി പത്രപ്രവർത്തനം നടത്തുന്ന വളരെ ചുരുക്കം പേരിൽ ഒരാളായ ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായി ഗ്രോക്കിന്റെ ഈ വെളിപ്പെടുത്തലിനെ കുറിച്ച് സരസമായി പറഞ്ഞത് ഇങ്ങനെയാണ്: ഗ്രോക്ക് ഇങ്ങനെ സത്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ EDയും CBIയും AI ചാറ്റ് ബോട്ടായ മിസ്റ്റർ ഗ്രോക്കിന്റെ വാതിൽക്കൽ മുട്ടുകയില്ല എന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് മസ്കിന്റെ സ്ഥാപനം ആയതുകൊണ്ട് EDയും CBIയും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ്. ഇതിലും ഏറ്റവും വലിയ കോമാളികളി എന്താണ് എന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി ഹൈക്കോടതിയോട് പറഞ്ഞത് മോദിയുടെ ഡിഗ്രി വേണമെങ്കിൽ കോടതിയെ കാണിക്കാം, പക്ഷേ സ്ട്രേഞ്ചേഴ്സിനെ കാണിക്കാൻ പറ്റുകയില്ല എന്ന്. അതായത് മോദി പ്രധാനമന്ത്രിയായി ഭരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ അപരിചിതരാണ്, സ്ട്രേഞ്ചേഴ്സ് ആണ്. അതിനാൽ അവർക്ക് സ്വന്തം പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണാനുള്ള അവകാശം ഇല്ല എന്ന്.
സീരിയസ്ലി ഗൈസ്, ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ കോടതികളും യൂണിവേഴ്സിറ്റികളും വരെ മൊത്തം ഒരുതരം കോമാളി കളികളാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. മോദിയുടെ ഡിഗ്രിയെക്കുറിച്ചുള്ള നിഗൂഢതകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രോക്ക് സത്യം വിളിച്ചു പറഞ്ഞതൊഴിച്ചാൽ ഒരിക്കലും യഥാർത്ഥ സത്യം പുറത്തു വരികയില്ല. കാരണം അങ്ങനെ പുറത്തു വരാൻ അതിൽ ഒരു സത്യവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഗ്രോക്ക് പോലെയുള്ള AI പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ പ്രചാരം ആർജിക്കുന്നതോടുകൂടി സത്യം ജനങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മസ്കും അയാളുടെ AI എഞ്ചിൻ ഗ്രോക്കും മോദിക്ക് വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള സത്യസന്ധമായ വാർത്താ അവലോകനങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.